എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. അതായത് ഏട്ടനോട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ചിക്കൻ കടയിൽ നമ്മൾ നാടൻ ചിക്കൻ കിട്ടുമെന്ന് പറയുന്നത്. എന്നാൽ ഏട്ടൻ പറഞ്ഞു ഓക്കെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ ഏട്ടൻ ഓടിപ്പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്. നാടൻ ചിക്കനെ നമുക്കറിയാമല്ലോ, അതിനകത്ത് വലിയ മാംസമൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. എന്നാലും വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എപ്പോഴും ചിക്കൻ കറി അല്ലേ വെക്കുന്നത്, അതുകൊണ്ടൊരു ചിക്കൻ ബിരിയാണി അങ്ങ് തട്ടിക്കൂട്ടാന്ന്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ നല്ല വൃത്തിക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി നല്ല ഡ്രൈ ആയിട്ട് വെക്കും. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിക്ക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ, തൈര് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ബിരിയാണിക്ക് ബിരിയാണി റൈസ് വേണ്ടേ, അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മുടെ ചെമ്പ്, നമ്മുടെ ബിരിയാണിയുടെ ഒരു ചെമ്പ് അതെടുത്ത് നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ബിരിയാണി റൈസിൽ എൻ്റെ സ്വന്തം നാഴി, അതായത് ഗ്ലാസ് കേട്ടോ, ഞാനിവിടെ ഉപയോഗിക്കുന്ന എൻ്റെ സ്വന്തം നാഴിയാണ്. അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് അരി എടുത്ത് നന്നായി കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, ഒരു ഷാലോ ഫ്രൈ കേട്ടോ, അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. നമ്മുടെ ചീനിച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ചിക്കൻ കുറേ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് അന്നേരം ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നമ്മൾ അങ്ങോട്ടോട് നിന്നൊന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. 5 സവാള നമ്മൾ കുനുകുനാന്നരിയാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. ആ സമയത്ത് എൻ്റെ ചിക്കൻ ബിരിയാണിക്കുള്ള വെള്ളം തിളച്ചു. അപ്പോഴത്തേക്കും ഞാൻ കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന എൻ്റെ ബിരിയാണി റൈസിനെ ഞാൻ അതിലേക്ക് തട്ടിയിട്ടു. പിന്നെ നമ്മൾ ബിരിയാണി റൈസിന് വെള്ളം വെക്കുമ്പോൾ ഉപ്പ് ഇടുന്നുണ്ട് വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഉപ്പിടണം. ഉപ്പിട്ട് അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ അതൊന്ന് തിരിച്ചിടാമെന്ന് വെച്ച് ഞാനതൊന്ന് തിരിച്ചിടുകയായിരുന്നു. പിന്നെ നമുക്ക് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ബേ ലീഫ്, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി ഇടാം, പെരുംജീരകം ഇതെല്ലാം കൂടി ഇടാം, അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കാറാകുമ്പോഴത്തേക്കും ഇടാം. പിന്നെ അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ ഇട്ടത്. പിന്നെ നമ്മൾ ചിക്കനെല്ലാം വറുത്ത് കോരിയ ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നുരുനുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ട്, അതേപോലെ തന്നെ കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് സവാള നന്നായി വാട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ 3 കെട്ട് ഞാൻ കറിവേപ്പില വാങ്ങിച്ചത്. കറിവേപ്പില വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് അങ്ങ് വാങ്ങിക്കും കേട്ടോ. പിന്നെ പുതിനയിലയും നമ്മുടെ മല്ലിയിലയിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള ഒന്ന് വരണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഞാനൊരു 3 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വരണ്ട് വന്ന സമയത്ത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം കൂടി ഇട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നമ്മൾ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കനും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ കുറച്ച് പുതിനയിലയും കറിവേപ്പിലയും ധനിയപ്പത്തയും, കറിവേപ്പിലയില്ല കേട്ടോ, ധനിയപ്പത്തയും ഇട്ടിട്ടുള്ളൂ. ധനിയപ്പത്തി എന്ന് പറഞ്ഞാൽ മല്ലിയിലയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇളക്കി നന്നായി വന്നിട്ട് അതിനകത്ത് കുറച്ച് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് നേരത്തേക്ക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുറുകി വരട്ടെന്ന് കരുതി വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇടയ്ക്ക് തുറന്ന് ഞാൻ ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞൊരു വേറെ ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇട്ടത്. പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച് ഗരം മസാലയായിരുന്നു ഇട്ടിരുന്നത്, എന്നാലും കുഴപ്പമില്ല. ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ദമ്മിടാനുള്ള എൻ്റെ ബിരിയാണി ചെമ്പെടുത്ത് ഗ്യാസിൽ വെച്ചൊന്ന് 10 മിനിറ്റ് മുമ്പ് ചൂടാക്കാമെന്ന്. അപ്പോഴാണ് ഓർത്തത് ഈശ്വര, നമ്മുടെ കാഷ്നട്ടും മുന്തിരിങ്ങയും നമ്മളൊന്ന് വറുത്തെടുത്തില്ലല്ലോ എന്ന്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മളെ നെയ്യ് കേട്ടോ, ഞാൻ പാലിൻ്റെ പാട എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ കാഷ്നട്ടും പിന്നെ അതുകൂടാതെ നമ്മുടെ മുന്തിരിങ്ങയും കൂടിയിട്ട് ഒന്ന് വറുവറാന്ന് വറുത്തെടുക്കാമെന്ന് കരുതി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കുക ബിരിയാണി ഉണ്ടാക്കുന്നതിന് എന്തേ ഇവള് സവാളയും ക്യാരറ്റും ഒന്നും ഇടുന്നില്ലേ എന്ന്. എൻ്റെ വീട്ടിൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പറക്കി മൂലയ്ക്ക് വെക്കുന്ന ഭർത്താവും മകനും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെച്ച് വെറുതെ എന്തിനാണ് നമ്മൾ കളയുന്നത്, ഇത് അഥവാ കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ ഇട്ട് എത്ര കഴിക്കും, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അവർക്ക് കഴിക്കാനുള്ളതല്ല, അവരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാമെന്ന് കരുതി വെച്ചത് കേട്ടോ. നിങ്ങളിടുമ്പോൾ അതൊക്കെ ഇട്ടോ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ അതിനകത്ത് ചിക്കൻ ദമ്മിടാൻ വേണ്ടി ചരുവൻ നമ്മൾ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ എടുത്ത് വെച്ചു. അതിലേക്ക് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ബിരിയാണി ചോറിട്ടു. പിന്നെ അതിലേക്ക് വീണ്ടും നമ്മൾ നമ്മുടെ പുതിനയിലയും മല്ലിയിലയൊക്കെ തൂക്കി കൊടുത്ത് കാഷ്നട്ടും ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ട് വീണ്ടും റൈസ് ഇട്ട് വീണ്ടും ഇതേപോലെ ചെയ്തിട്ട് ഒരു 2, 3, 4, 5 ലെയറോളം നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് ചിക്കൻ അധികം ഉടഞ്ഞിട്ടില്ല, കാരണം ഈ ചിക്കൻ വേവിച്ച് ഒന്നും കൂടെ ഒന്ന് ഉടയുവാണെങ്കിൽ ഒട്ടും ചിക്കൻ ഇല്ലാതായിപ്പോൾ, അതുകൊണ്ട് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം മെയിനായിട്ടുള്ള കാരണം. പിന്നെ ഒരു ഫ്രൈ ചെയ്ത് ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കണ്ട ലാസ്റ്റ് ലെയർ ആട്ടോ ഇടുന്നത്. ഇതെല്ലാം ഇട്ടിട്ട് വീണ്ടും നമ്മുടെ പുതിനയിലയും എന്താ പറയുന്ന കാഷ്നട്ടും ആ നെയ്യ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി വാനില എസൻസും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട്. വാനില അല്ല, പൈനാപ്പിൾ എസൻസ്. എനിക്ക് പൈനാപ്പിൾ എസൻസ് ഭയങ്കര
ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 10 മിനിറ്റ് നേരം ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ചൂടോടെ നല്ല പപ്പടവും നമ്മുടെ നല്ല തൈര് സലാഡും കൂടെ ചേർത്തിട്ട് ബിരിയാണി ഞാൻ അതിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വലിയ നമ്മൾ ഓവറായിട്ടുള്ള മസാലകളോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി എന്നിട്ട് ഞങ്ങളതെല്ലാം സെർവ് ചെയ്തിട്ട് ഞാനും ഏട്ടനും മോനും എല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.